മൂത്ത ചക്ക വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്താ ഇത്രയും മൂപ്പെത്താൻ പാടുള്ളൂ. നല്ല പോലെ മൂത്താൽ നമുക്കൊരു മധുരം ഉണ്ടാവും, അപ്പോൾ ടേസ്റ്റ് ഒന്ന് കുറയും. അപ്പോൾ ചക്ക ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പോലെ അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, കടലപ്പൊടി, അരിപ്പൊടി, മല്ലിയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലെക്സ്, പെരിഞ്ചീരകവും ജീരകവും പൊടിച്ചത്, പിന്നെ സവോള, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, സവോള. ഇതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ രുചി കൂടും. മൂടി അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കറിവേപ്പില ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പില വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് അതും വറുത്ത് കോരിയെടുക്കാം. ചെറുതായിട്ട് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് പിച്ചിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതല്ല വട തട്ടിയെടുക്കുന്ന മാതിരിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, അതോടൊപ്പം നല്ല ടേസ്റ്റുമാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും, അതേപോലെ കഴിക്കുമ്പോൾ നല്ല സൗണ്ടോട് കൂടി കറുമുറാന്ന് സൗണ്ടും വരുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചക്ക കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം.